ഇതിന് രാഷ്ട്രീയമില്ല, ജാതി മത പരിഗണനകളില്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് അണിനേരുകയാണ്. ഈ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യമാണ്. മഹാത്മജിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് രാസലഹരിയുടെ വേറിറക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ലഹരിയുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. അതാണ് ഒരു ഭാഗത്ത് നടക്കേണ്ടത്. ഗവൺമെന്റിന്റെ ലക്ഷ്യം ഈ ലഹരിയെ കുറച്ചുകൊണ്ടുവരാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരെ ബോധവൽക്കരിക്കാനും മാത്രമല്ല, നിയമപരമായി നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. സർക്കാരുകൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിൽ ആ ദൗത്യം നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. സർക്കാരുകൾ മദ്യഷാപ്പുകൾ ധാരാളം അനുവദിക്കുന്നു. സർക്കാരുകൾ മയക്കുമരുന്ന് ലോബിയെ സഹായിക്കുന്നു. അതിനെതിരെയുള്ള വലിയൊരു പോരാട്ടമാണ്. അടുത്ത ദിവസത്തിലാണ് മഹാരാഷ്ട്രയിൽ കണ്ടള പോർട്ടിൽ നിന്ന് 20,000 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചത്. പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് എങ്ങോട്ട് പോയി എന്ന് പിന്നെ ആരും അറിഞ്ഞില്ല. ഇതെല്ലാം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ യുവാക്കളുടെ കൈകളിലേക്ക്, കുട്ടികളുടെ കൈകളിലേക്ക് പോകുന്നു. ഈ സമൂഹത്തെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാം. ഞാൻ ഈ കോട്ടയത്ത് ഇന്നിവിടെ പങ്കെടുത്ത എല്ലാവരും, പ്രത്യേകിച്ച് കുട്ടികൾ, സ്കൂളുകളിലെ കുട്ടികൾ, സാമൂഹ്യ സാംസ്കാരിക നേതാക്കന്മാർ, അതോടെ മത നേതാക്കന്മാർ, എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഡിഎസ്കോറ തിരുമേനിയാണ് ഇത് കളക്ടറേറ്റിന്റെ മുന്നിൽ വെച്ച് ഫ്ലാഗ് ഓഫ് ചെയ്തത്. മാറാപ്രയം തിരുമേനി അതോടൊപ്പം ഉണ്ടായിരുന്നു. അതോടൊപ്പം നമ്മുടെ മൗലവി സാഹിബ് ഇവിടെ ഉണ്ട്, അദ്ദേഹം ഇവിടെ പങ്കെടുത്തു. എല്ലാ മാധ്യമങ്ങളും അവരുടെ പങ്കാളിത്തം ചെറുതല്ല. എല്ലാ മാധ്യമങ്ങളും ഈ വാക്കത്തോട് നൽകുന്ന പിന്തുണ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ഈ 14 ജില്ലകളിലെയും പരിപാടികൾ ഈ മാസം 30-ാം തീയതി പൂർത്തീകരിക്കും. 21-ാം തീയതി വൈകിട്ട് 3 മണിക്ക് കട്ടപ്പനയിലും 30-ാം തീയതി എറണാകുളത്തും നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ സെലക്ട് ചെയ്ത കോളേജുകളിൽ, സ്കൂളുകളിൽ ഈ പരിപാടിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിനെല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഈ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നു. എല്ലാവരും കൈകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മനുഷ്യ സമൂഹത്തെ നശിപ്പിക്കുന്ന ദുരന്തമാണ് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വ്യാപനമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു വ്യക്തിയുടെ മനസ്സിനെയും ബുദ്ധിയെയും ശരീരത്തെയും മാത്രമല്ല, കുടുംബത്തെയും സമൂഹത്തെയും അത് നശിപ്പിക്കുന്നു. എന്റെ സമൂഹം എല്ലാ ലഹരി വസ്തുക്കളുടെയും നീരാളിപ്പിടുത്തത്തിൽ വീഴാതിരിക്കാൻ ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കും. ലഹരിയുടെ വ്യാപനം തടയാൻ ശക്തമായി പോരാടും. ജീവിതത്തെക്കാൾ വലിയ ലഹരിയില്ല. ലഹരി മുക്തമായ ഒരു കേരളം സൃഷ്ടിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി.